സർ, 1.5 പതിറ്റാണ്ടായി ഇന്ത്യൻ വ്യോമസേന കാത്തിരുന്ന വിമാനമാണ് തേജസ്. അപ്പോൾ അടുത്ത മാസം തേജസിൻ്റെ പരീക്ഷണ പറക്കൽ ആരംഭിക്കും. എന്താണ് തേജസ്? തേജസിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ ശരിയാണ്. 1.5 പതിറ്റാണ്ടിലത് ഏതാണ്ട് 2009 മുതൽ ഒരു കരാറിൽ ഒപ്പിട്ട് ഇന്ത്യ കാത്തിരുന്നതാണ്. തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ച ഒരു പോർ വിമാനമാണ് ഈ തേജസ്. തേജസിൻ്റെ പല തലമുറകളുണ്ട്. അതിൽ ഏറ്റവും പുതിയ തലമുറയെക്കുറിച്ചാണ് ഇപ്പോൾ രഞ്ജിനി ചോദിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ GE എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഇതിൻ്റെ എൻജിൻ കിട്ടേണ്ടത്. അപ്പോൾ അന്ന് അമേരിക്കയുമായിട്ട് നമ്മൾ കരാറിൽ ഒപ്പിട്ടിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ കരാർ ഒപ്പിട്ടിട്ട് ബാക്കി വിമാനം അസംബിൾ ചെയ്യുന്നതും നിർമ്മിക്കുന്നതും എല്ലാം ഇന്ത്യയിലാണ്. ഈ എൻജിൻ മാത്രം അമേരിക്കയുടെ GEയുടെ എൻജിൻ നമ്മൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ഏറെ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും ഈ എൻജിൻ നമുക്ക് അമേരിക്കയിൽ നിന്ന് ലഭിച്ചില്ല. നരേന്ദ്രമോദി വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടും അത് ഇങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ ഒടുവിൽ കഴിഞ്ഞ വർഷം അവസാനം ഈ വർഷം ആദ്യം ഒക്കെ ആയിട്ട് അതിൻ്റെ ചർച്ചകൾ പുനരാരംഭിച്ച് ഇപ്പോഴതാ ഈ എൻജിൻ ഇന്ത്യയിലേക്ക് ആദ്യത്തെ ലോട്ട് എത്തിയിട്ടുണ്ട്. അത് ഘടിപ്പിച്ച് ഈ പോർ വിമാനം ഇതിൻ്റെ പരീക്ഷണ പറക്കലാണ് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്നത്. രഞ്ജിനി പറഞ്ഞത് വളരെ ശരിയാണ്. ഈ വിമാനം നമ്മൾ ഈ എൻജിൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ തദ്ദേശീയമായിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ വികസിപ്പിച്ചതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ഇത് ഈ ലഭിക്കുന്ന ഈ ഡിഫൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതിരോധ സേനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകൾ, അതായത് ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന പോർ വിമാനങ്ങൾ, അതിലേറ്റവും ഭാരം കുറഞ്ഞ ഒരു വിമാനമാണ്. ഇത് സിംഗിൾ സീറ്റഡ് ആണ്. ഒരു വൈമാനികൻ മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. അത് സിംഗിൾ എൻജിനാണ്. അത് മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് ഇതിന് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മിസൈലുകൾ അയക്കാൻ സാധിക്കും, വെടിയുതിർക്കാൻ സാധിക്കും, അങ്ങനെ വിവിധ കാര്യങ്ങൾ ഇതിന് ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം ഇത് ഈ പറഞ്ഞതുപോലെ ഈ പരീക്ഷണ പറക്കലിന് തയ്യാറായിരിക്കുന്നു. ഈ എൻജിൻ ഘടിപ്പിച്ച് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അത് ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു വിമാനമാണ്, പോർ വിമാനമാണ്. അതിൻ്റെ പരീക്ഷണ പറക്കലിലൂടെ കഴിഞ്ഞാൽ അത് വ്യോമസേനയിലേക്ക് കൈമാറും. വ്യോമസേന ഏതാണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ വിലയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും കേട്ടോ. ഒരു വിമാനത്തിന് 600 കോടി രൂപയാണ് വില. ഒരു വിമാനത്തിന് ഈ ഇപ്പോൾ 1,15,000 കോടിയുടെ ഒരു ഡീലാണ് ഈ സർക്കാർ, നമ്മുടെ പ്രതിരോധ സേന, വ്യോമസേന ഇവരുമായിട്ട്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. അതെ, ഈ വിമാനം ഒന്നല്ല, അനേകം വിമാനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 80ഓളം വിമാനങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ഇതിൽ കൊടുക്കാനാണ് കരാറായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഇത് ഒരു ഇന്ത്യൻ വിമാനമാണ്. റഫേലിനേക്കാളും ചില കാര്യത്തിൽ ഇതിന് കരുത്തുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൻ്റെ ശരിക്കുള്ള മുഴുവൻ പേര് തേജസ് MK-1A. തേജസ് MK-1A അതാണ് ഈ പറഞ്ഞ വിമാനത്തിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ 4ാം തലമുറ വിമാനമാണ്. ഈ സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ പറയുന്നത് പോലെ 4ാം തലമുറ, ഈ F-35 എന്നൊക്കെ അമേരിക്കയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് 4ാം തലമുറ വിമാനമാണ്. 4ാം തലമുറയിലെ വിമാനങ്ങളുടെ എഞ്ചിനുകൾ വെച്ചിട്ടാണ് തലമുറകൾ പറയുന്നത്. അതിൽ 4ാം തലമുറയിൽപ്പെട്ട ഒരു വിമാനമാണ് ഈ തേജസ് വിമാനം. അത് ഈ പറഞ്ഞതുപോലെ ഒരു ശരിക്കും ഇത് ഇന്ത്യൻ സേനയിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ വ്യോമസേന ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തി കഴിയും. നമ്മുടെ കൈവശമുള്ള മിഗ് വിമാനങ്ങളുണ്ട്. അത് റഷ്യയിൽ നിന്ന് പണ്ട് വാങ്ങിയതാണ് നമ്മൾ. അതിന് ഈ പറയുന്നത് പോലെ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, തകരാറുകളുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പം നമ്മൾ പലയിടത്തുനിന്നായിട്ട് റഫേൽ വാങ്ങിച്ചു ഫ്രാൻസിൽ നിന്ന്, അതുപോലെ ഇവരിൽ നിന്നൊക്കെ റഷ്യയിൽ നിന്ന് നമ്മൾ പല സുഖോയ്, മിഗ് തുടങ്ങിയ വിമാനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഇനിയും വാങ്ങാനിരിക്കുന്നുണ്ട്. റഫേൽ തന്നെ നമ്മളിപ്പോൾ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് 26 വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ 22 എണ്ണം പോർ വിമാനങ്ങളാണ്, 4 എണ്ണം പരിശീലന പറക്കലിന് വേണ്ടിയിട്ടുള്ളതാണ്.
മറ്റത് നമ്മൾ യുദ്ധത്തിനെ ഉപയോഗിക്കുള്ളൂ. പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ഈ 4 ഉപയോഗിക്കുന്നത്. ഇത് ഈ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ ആ ഒരു ശ്രേണിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ കരുത്തുറ്റ ഒരു വിമാനമാണ് ഈ പറയുന്ന തേജസ്. അത് ഈ മിഗ് വിമാനങ്ങൾക്ക് പകരം വയ്ക്കാൻ തേജസ്സിനെ ഉപയോഗിക്കും എന്നാണ് പ്രതിരോധ വകുപ്പ് നൽകുന്ന വിവരം. മിഗ് വിമാനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പലതരം അറ്റകുറ്റപ്പണികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്. മാത്രമല്ല അത് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങി വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റഷ്യ തന്നെ അതിൻ്റെ ആ പഴയ പ്രൊഡക്ഷൻസൊക്കെ നിർത്തിയിട്ട് പുതിയ തലമുറകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ തന്നെ സുഖോയ് വിമാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയായിട്ട് F-35 കാര്യം പറയണ്ട, ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ടല്ലോ. അതെ, ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് അത് നമുക്ക് കിട്ടിയില്ല, പാകിസ്ഥാനിൽ തന്നെ കിടപ്പുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ അതിനെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇപ്പം ലാൻഡ് ചെയ്തേക്കുന്ന എടുത്തോണ്ട് പോകാൻ അത് ചീത്തയായി കിടക്കുന്ന സാധനമാണ്. അതെ അതെ അതെ, അത് ഞാൻ ഓർത്തില്ല, മറന്നുപോയി. പക്ഷെ പാക് അതിർത്തിയിൽ ഒരെണ്ണം അടിച്ചിട്ടു ഇന്ത്യ. അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായിപ്പോയി. നമ്മുടെ ഈ S-400 സുദർശന എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് അതിനെ അടിച്ചിട്ടത്. ഈ ലണ്ടനിൽ നിന്ന് പറന്നു വന്നൊരു സാധനം അതിന് സംഭവം ചീത്തയായി, അത് പിന്നെ കൂടുതൽ പറക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ എമർജൻസി ലാൻഡിങ്ങിന് അനുവാദം ചോദിച്ചു. നമ്മൾ എമർജൻസി ലാൻഡിങ്ങിന് അനുവാദം കൊടുത്ത് അതിപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 25ലധികം എഞ്ചിനീയർമാർ ഇത് നന്നാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഹാങ്ങറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലത്തെയാണ് ഹാങ്ങർ എന്ന് പറയുന്നത്. ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഈ പറഞ്ഞ പോലെ ഫൈറ്റർ ജെറ്റ് ആദ്യം ഞാൻ പറഞ്ഞത് 80 എന്നല്ലേ, ക്ഷമിക്കണം, 83 വിമാനങ്ങളാണ് 2021 നമ്മൾ കരാർ അനുസരിച്ച് 83 വിമാനങ്ങളാണ് കൊടുക്കേണ്ടത്. അത് 48,000 കോടി രൂപയാണ് അതിന് വില വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ 26-27 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പിന്നെ 97 വിമാനം കൂടി പുതുതായിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ 67,000 കോടി രൂപയാണ് അതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഇത് പണമൊക്കെ കൊടുക്കാനുള്ളത്, അതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വിമാനങ്ങൾ വരുന്ന മുറയ്ക്ക് ബാക്കി തയ്യാറാകുന്ന മുറയ്ക്ക് ബാക്കി പേ ചെയ്യും. 83 വിമാനങ്ങൾ ആദ്യത്തെ ലോട്ടിൽ വരികയും രണ്ടാമത്തേതിൽ 97 വിമാനങ്ങൾ വരികയും ചെയ്യും. പിന്നെ അങ്ങനെ മൊത്തം 180 തേജസ് വിമാനങ്ങൾ നമുക്ക് ഇതിൽ കൈമാറണം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പരിപൂർണമായിട്ട് ഈ മിഗുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് പകരം ആ സ്ഥാനം തേജസ് ഏറ്റെടുക്കും എന്നാണ് നമുക്ക് അറിയുന്നത്. തേജസ് കൂടെ വരുന്നതോടുകൂടി ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വല്ലാണ്ട് വർദ്ധിക്കും. ഇതൊരു ചെറിയ വിമാനം കൂടി ആയതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിനും പ്രതിരോധത്തിനും ഒരുപോലെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മൾട്ടി റോളാണ്. അതായത് ഒരേ സമയം നമുക്ക് ശത്രുവിനെ ആക്രമിക്കാനും ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടുക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ തേജസ്സിനുള്ളത്. അതിൽ ഘടിപ്പിക്കുന്ന മറ്റ് ആയുധങ്ങൾ, മിസൈലുകളാകട്ടെ അല്ലെങ്കിൽ തോക്കുകൾ, യന്ത്രത്തോക്കുകളാകട്ടെ, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും നൂതനമായ തലമുറയിൽപ്പെട്ട ഏറ്റവും പുതിയ ആയുധങ്ങളായിരിക്കും അതിൽ ഘടിപ്പിക്കുന്നത്. അതുമൊക്കെ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചിപ്പോൾ നമ്മളൊരു 2 മാസം മുമ്പും ഇത് സംബന്ധിച്ച് ചില വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനു മുമ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക ഈ ബൈഡൻ സർക്കാരാണ് ഈ തേജസിൻ്റെ എൻജിൻ നമുക്ക് തരേണ്ട എൻജിൻ തരാതെ ചവിട്ടി പിടിച്ചിരുന്നത് ബൈഡൻ സർക്കാരാണ്. ട്രംപ് വന്ന ഉടനെ നമ്മൾ പറഞ്ഞു അത് പറ്റത്തില്ല, ഇനി ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്യും, ഞങ്ങളുടെ വഴി നോക്കും, ഞങ്ങൾ വേറെ റഷ്യയുണ്ട്, പല രാജ്യങ്ങളുണ്ട്, റഫേൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമുക്കത് വാങ്ങാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഇന്ത്യ ചെലുത്തി. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ട്രംപിന് കാശാണ് മുഖ്യം. അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അമേരിക്ക ആയതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. മറ്റേതെങ്കിലും രാഷ്ട്രമാണെങ്കിൽ ഇതിനു മുമ്പേ പൊട്ടി തകർന്നു പോയേനെ. അതുകൊണ്ട് തന്നെ ട്രംപ് വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു. അത് GE കൊണ്ട് വലിയ സമ്മർദ്ദം ചെലുത്തി. GE നമുക്ക് വേണ്ടി എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിച്ച്
തരാം എന്നുള്ളത് ഏറ്റു. അവർ അതിൻ്റെ ആദ്യത്തെ ഇത് ലോട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അടുത്ത മാസം, അതുകൊണ്ട് തന്നെ അടുത്ത മാസം നമുക്ക് തേജസിൻ്റെ പരീക്ഷണ പറക്കൽ ഇന്ത്യൻ ആകാശത്ത് കാണാൻ കഴിയും. തേജസ് കൂടെ വരുന്നതോടുകൂടി നമ്മുടെ വ്യോമസേന കൂടുതൽ കരുത്തുറ്റതായിട്ട് മാറും. പഴയ നമുക്കറിയാം, പുൽവാമ സംഭവത്തിലൊക്കെ ബലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്കിന് പോയപ്പോൾ നമ്മുടെ വിമാനം അവർക്ക് വെടിവെച്ചിടാൻ സാധിച്ചു. അഭിനന്ദൻ വർദ്ധമാൻ എന്ന് പറയുന്ന പൈലറ്റ് അവരുടെ പിടിയിലായി. നമ്മൾ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതുപോലെ ഇനി ഒരു അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇട നൽകാതെ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ട് വിഷയത്തിൽ ഇടപെടുകയും തേജസിൻ്റെ എന്താ പറയുക നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ആ വിമാനം നമ്മുടെ വ്യോമസേനയ്ക്ക് കരഗതമാവുകയാണ്. അതോടുകൂടി വ്യോമസേന ഈ ഏഷ്യൻ മേഖലയിൽ നമ്മുടെ വ്യോമസേന കൂടുതൽ കരുത്തുറ്റതായി മാറും. ശത്രു രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി തീരുകയും ചെയ്യും.